UAE-യുടെ 54ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി UAE ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചു. സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വാരാന്ത്യ അവധിയോടുകൂടി 4 ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കും. ഡിസംബർ 1-2 തീയതികളിലാണ് ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അവധി ദിനങ്ങൾക്ക് മുൻപുള്ള ശനി ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ UAE-യിൽ മൊത്തം 4 ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കും. 4 ദിവസത്തെ അവധിക്ക് ശേഷം ഔദ്യോഗിക പ്രവർത്തി ദിനം 2025 ഡിസംബർ 3 ബുധനാഴ്ച പുനരാരംഭിക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. UAE-യുടെ സ്ഥാപകരെ ആദരിക്കുന്നതിനും രാജ്യത്തിന്റെ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയുള്ള ഐക്യം, പുരോഗതി, ദേശീയ അഭിമാനം എന്നിവ ഓർമ്മിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന നിമിഷമായാണ് UAE ദേശീയ ദിനത്തെ കാണുന്നത്. UAE-യുടെ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടുമുള്ള എമിറേറ്റുകളിൽ വിപുലമായ സാംസ്കാരിക പരിപാടികളും പൊതു ആഘോഷങ്ങളും നടക്കും. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഡ്രോൺ ഷോയും വെടിക്കെട്ടും നടക്കും. ദുബായ് എയർ ഷോ 2025 അൽ മക്തും രാജ്യാന്തര വിമാനത്താവളത്തിൽ വർണ്ണാഭമായ തുടക്കം. എയർ ഷോയുടെ 19ാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത്. 150 രാജ്യങ്ങളിൽ നിന്നുള്ള 1500-ലധികം കമ്പനികൾ ഈ വർഷം എയർ ഷോയിൽ പങ്കെടുക്കും. ഭാവി ഇവിടെ ആരംഭിക്കുന്നു എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി വ്യോമയാന, ബഹിരാകാശ, പ്രതിരോധ മേഖലകളിലെ ഏറ്റവും വലിയ ഷോകളിലൊന്നാണ്. വ്യോമയാന രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഭാവി വിമാനങ്ങളും പ്രദർശിപ്പിക്കുന്ന ഈ രാജ്യാന്തര മേളയിൽ ലോകത്തെങ്ങു നിന്നുമുള്ള വമ്പൻ കമ്പനികളാണ് നിരക്കും. ഇന്നു മുതൽ ഈ മാസം 21 വരെയാണ് എയർ ഷോ നടക്കുന്നത്. എയർ ഷോയുടെ പ്രധാന വേദിയിൽ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ, അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, ചരക്ക് വിമാനങ്ങൾ, ഡ്രോൺ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ പ്രദർശനം നടക്കുന്നുണ്ട്. എയർ ഷോയിൽ ജനങ്ങൾക്കായി ഒട്ടനവധി പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു. ആഫ്രിക്കൻ എയർലൈനുകളും പ്രധാന വേദിയിലെത്തി. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ വിഖ്യാതമായ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ ഹാവ് MK-132 വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ടീമിന്റെ കൃത്യതയാർന്ന വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വിളിച്ചോതും. ബഹ്റൈനിൽ നിന്ന് 58 പ്രവാസികളെ നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടത്തിയ പരിശോധനയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തതായും അതോറിറ്റി അറിയിച്ചു. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഈ മാസം 9 മുതൽ 15 വരെയുള്ള കാലയളവിൽ നടത്തിയത് 1900-ലധികം പരിശോധനകളാണ്. പരിശോധനയിൽ നിരവധി ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തു. ഇതിൽ ഗുരുതരമായ നിയമലംഘനം നടത്തിയ 58 പ്രവാസികളെയാണ് നാടുകടത്തിയത്. ബാക്കിയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും അതോറിറ്റി അറിയിച്ചു. മനാമ, മുഹറഖ് എന്നീ ഗവർണറേറ്റുകളിലും വടക്കൻ ഗവർണറേറ്റുകളിലുമായിരുന്നു വ്യാപക പരിശോധന. NTV UAE to the world.